ആന്റണി അച്ഛൻ പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാനയിലെ ഏറ്റവും വിശ്വാസപൂർവമായ ഇതാണ് അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറ്റുന്ന അതായിട്ട് വിശ്വസിക്കുന്ന സെറിമണി. പക്ഷെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതുള്ളത്, യേശു ക്രിസ്തു തൻ്റെ അന്ത്യത്താഴ സമയത്ത് ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ച് താൻ നാളെ കുരിശിൽ തറയ്ക്കപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്ന വാക്കുകളാണ്. അപ്പമെടുത്ത് ഉയർത്തിക്കൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നുവെന്നും വീഞ്ഞെടുത്ത് ഉയർത്തിക്കൊണ്ട് ഇതെൻ്റെ രക്തമാകുന്നുവെന്നും, ഞാൻ ഭൂമിക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി മുറിക്കപ്പെടാൻ പോവുകയാണ്. ഇതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് എല്ലാ കുർബാനകളിലും ഈ അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്ന ആ വിശ്വാസം 2000 വർഷമായിട്ട് നിലനിൽക്കുന്നത്. ജെയിംസ് സാറ് ചൂണ്ടിക്കാട്ടിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിശുദ്ധ കുർബാനയുടെ അതിശ്രേഷ്ഠമായ ഒരു സമയം എന്ന് പറയുന്നത് കുർബാന ഒന്നാണ്. അതിൽ കൂദാശ വചനങ്ങൾ ചൊല്ലി അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങളാക്കി മാറ്റുന്ന ആ വിശുദ്ധമായ നിമിഷവും, അതിനുശേഷം തുടർന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. വത്തിക്കാൻ ചത്തുരത്തിലുള്ള എല്ലാ വിശ്വാസികളും കുമ്പസാരിച്ചൊരുങ്ങിയിട്ടുള്ള എല്ലാവർക്കുമായി കത്തോലിക്കർക്ക് ആ പരിശുദ്ധ കുർബാന നാവുകളിൽ വെച്ചു കൊടുക്കുന്ന അതിവിശുദ്ധമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തിയതും ഇതിനോട് സമാനമായ ഒരു കാര്യമാണ്. ദുഃഖവെള്ളിയിലൂടെ കടന്നു പോകുന്ന ലോക ജനതയ്ക്ക് സമാധാനം എത്രമാത്രം അത്യന്താപേക്ഷിതമാണോ, അത് സാമൂഹ്യമോ രാഷ്ട്രീയമായ ഒന്ന് മാത്രമല്ല എന്നും, സമാധാനം സ്ഥാപിക്കാനുള്ള തന്റെ അദമ്യമായ ആഗ്രഹം മാത്രമല്ല, ചുമതലാബോധവും ലയോ 14 മാർപ്പാപ്പയുടെ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയും തന്റെ മുൻഗാമികളായ മാർപ്പാപ്പമാരെയും വിശുദ്ധാത്മാക്കളെയും പരിശുദ്ധ കന്യകാമറിയത്തെയും അനുസ്മരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും സംസാരവും നമുക്ക് മനസ്സിലാകുന്നു. ഇപ്പോൾ പരിശുദ്ധ കുർബാനയിലുള്ള യേശു സാന്നിധ്യമായ തിരുശരീര രക്തങ്ങളെ ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വത്തിക്കാൻ ചത്തുരത്തിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പൂമുഖത്തുള്ള മധുബഹായുടെ അൾത്താരയിൽ പ്രധാന കാർമ്മികനായി സ്ഥാനാരോഹണ ചടങ്ങുകളിൽ കുർബാനയർപ്പിക്കുന്ന ലയോ 14 മാർപ്പാപ്പയുടെ കരങ്ങളിലിരിക്കുന്നത് സത്യമായും ഈശോയുടെ ശരീരവും രക്തവുമാണ്. ജെയിംസ് സാർ, ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കുള്ള എന്താണെന്നറിയാവോ? ഈശോ പല അത്ഭുതങ്ങളും ചെയ്തതായിട്ട് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കൺമുമ്പിൽ ഇന്ന് നടക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു അത്ഭുതമാണ് അൾത്താരയിൽ സംഭവിക്കുന്ന ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് ദൈവശാസ്ത്രം വിളിക്കുന്ന അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്ന പരിശുദ്ധമായ കുർബാന എന്ന് പറയുന്നത്. അത് ഓരോ ദിവസവും ഓരോ അൾത്താരയിലും നടക്കപ്പെടുന്ന അതിമഹനീയമായ ഒരു അത്ഭുതമാണ്. ഈശോ ചെയ്ത ഏതൊരു അത്ഭുതത്തെയും പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ മികച്ച ഓരോ അത്ഭുതത്തിനും ഞാനും ഓരോ കുർബാനയിലും സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളത് ഈ കുർബാനയിൽ ഈ പ്രേക്ഷക സമൂഹത്തിന്റെ മുൻപിൽ ഒരു കൺഫെഷൻ പോലെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആന്റണി അച്ഛൻ സംസാരിച്ചത് വിശ്വാസത്തിന്റെയും കത്തോലിക്ക സമൂഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിലാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ്. പക്ഷേ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഇതിനെ കാണുന്നത്, ഈ അപ്പം മുറിക്കപ്പെടുന്നു, യേശു ക്രിസ്തുവിൻ്റെ അപ്പം മുറിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ശരീരം മുറിക്കപ്പെടുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ഇസ്രായേല് രാഷ്ട്രീയ മാനം ഈ ബലിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ബലിയർപ്പണമാണ്. ഇസ്രായേലോ അല്ലെങ്കിൽ തിരിച്ചോ ബോംബ് വർഷിച്ച് കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ 300 പേര് കൊല്ലപ്പെട്ടു. തിരിച്ച് അവരടിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞത് അസമാധാനത്തെ കുറിച്ചാണ്. യുക്രൈനിൽ മിനി ബസിനും നേരെ ഇന്ന് റഷ്യ ബോംബിട്ട് 9 പേർ കൊല്ലപ്പെട്ടു. അവിടെ മുറിക്കപ്പെടുന്നത് ഒരു ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന വിശ്വാസമായിരിക്കാം ഒരുപക്ഷെ ദിവ്യബലിക്ക്. ഈ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു. അപ്പോൾ ഈ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന ഓരോ പാവപ്പെട്ട മനുഷ്യരും, പട്ടിണി കിടന്ന് മരിച്ചു വീഴുന്ന ഓരോ മനുഷ്യരും യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന ഒരു ദൈവശാസ്ത്രം അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓരോ ആക്ടിലും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇസ്രായേലിനെതിരെ വേറെ ഒരു മാർപ്പാപ്പ ഇത്ര ശക്തമായി പ്രതികരിച്ചിട്ടില്ല. പലസ്തീൻകാർ ഭൂരിപക്ഷവും
മുസ്ലിം ജനവിഭാഗങ്ങളാണ്. പക്ഷേ അവിടുത്തെ അമ്മമാരും കുഞ്ഞുങ്ങളും മരിച്ചു വീണപ്പോൾ ഹൃദയം നൊന്ത ഒരു മാർപ്പാപ്പയാണ് കടന്നുപോയത്. ഒരുപക്ഷെ ലയോ 14 മാർപ്പാപ്പ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഒരുപക്ഷെ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോക നേതാക്കന്മാർ പരസ്പരം ആശ്ലേഷിച്ചും ഷെയ്ഖാൻഡ് കൊടുത്തും സമാധാനം ആശംസിക്കുന്നതാണ്. മധുബഹായിലെ അൾത്താരയിൽ നിന്നും ലയോ 14 മാർപ്പാപ്പ കൈമാറിയ സമാധാന ആശംസ ലോകം മുഴുവൻ ഏറ്റെടുക്കുന്ന അതിമനോഹരമായ ഒരു ദൃശ്യത്തിനാണ് പ്രിയ പ്രേക്ഷകരെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അവിടെ കൂടിയിരിക്കുന്ന വത്തിക്കാൻ ചത്വത്തിൽ കൂടുന്ന ആയിരക്കണക്കിന് മനുഷ്യര്, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യര് പ്രേക്ഷകരായി TV സ്ക്രീനുകളിലൂടെ അതുപോലെ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവര് പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ഞാനും പ്രേക്ഷകർക്കെല്ലാവർക്കും ലയോ 14 മാർപ്പാപ്പ ആശംസിച്ച അതേ സമാധാനം 24 ന്യൂസ് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സമാധാനത്തിന്റെ വാഹകരായി തീരാം എന്നുള്ള ആശംസയാണ് ഇതോടൊപ്പം നൽകുന്നത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ ഒരു ചടങ്ങാണ്. എന്താണെന്നറിയാവോ? പരിശുദ്ധ കുർബാനയിൽ അൾത്താരയിൽ വാഴ്ത്തി വിഭജിക്കപ്പെട്ട കൂദാശ വചനങ്ങളിലൂടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളായി തീർന്ന അപ്പവും വീഞ്ഞും വിശ്വാസി സമൂഹത്തിന് മുഴുവനായും എഴുന്നള്ളിച്ചു കൊണ്ടുപോയി പരിശുദ്ധ കുർബാനയായി നാവിൽ വെച്ചു കൊടുക്കാനായി വൈദികരും ഡീക്കന്മാരും അതുപോലെ തന്നെ മറ്റുള്ള അവിടെ കൂടിയിരിക്കുന്നവര് മെത്രാന്മാരുണ്ട്, മെത്രാപ്പൊലിത്തമാരുണ്ട്, സഭാ സമൂഹങ്ങളുടെ മേലധികാരികളുണ്ട്, ഒപ്പം തന്നെ കർദിനാളന്മാരുണ്ട്. അവർ വിശ്വാസി സമൂഹത്തിനായി പരിശുദ്ധ കുർബാനയുമായി നടന്നു നീങ്ങുന്ന അതിമനോഹരമായ കാഴ്ചയാണ്. 100 കണക്കിന് വൈദികരും ഡീക്കന്മാരുമാണ് ഇപ്പോൾ പരിശുദ്ധ കുർബാനയുമായി പോകുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ എത്ര ആയിരക്കണക്കിന് മനുഷ്യര് അവിടെ ഒന്നു ചേർന്നിട്ടുണ്ടാകുമെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഓരോ കുസ്തോതി എന്ന് വിളിക്കപ്പെടുന്ന കുർബാന കണ്ടെയ്നർ പാത്രങ്ങളിലാണ് ഈ പരിശുദ്ധ കുർബാനയുമായി വിശ്വാസി സമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുമ്പസാരിച്ചൊരുങ്ങിയിട്ടുള്ള, പാപപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുള്ള, കുംഭസാരം എന്ന കൂദാശ സ്വീകരിച്ചിരിക്കുന്ന കത്തോലിക്ക വിശ്വാസികൾ മാത്രമായിരിക്കും ഇപ്പോൾ ആ കുർബാനയിലുള്ള ഈശോയെ സ്വീകരിക്കുക എന്നുള്ളതും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മുറിക്കപ്പെട്ട ഈശോയുടെ ശരീരമാണ് ലയോ 14 മാർപ്പാപ്പയുടെ കരങ്ങളിൽ നാം സ്ക്രീനിൽ കാണുന്നത്. പ്രാർത്ഥനാപൂർവം ഭക്തിയോടെ വിശുദ്ധിയോടെ ഈ തിരുക്കർമ്മങ്ങളിൽ തുടർന്ന് നമുക്ക് പങ്കെടുത്ത് പരിശുദ്ധ കുർബാനയുടെ സ്വീകരണ സമയത്ത് കൗതുകകരമായ ഏതാനും ചില കാര്യങ്ങളും കൂടെ 24 ന്യൂസ് ചാനലിൻ്റെ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്താൻ എനിക്കുണ്ട്. ലയോ 14 മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത് കുർബാന സ്വീകരണത്തിന് വേണ്ടിയുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ സമയമാണ്. നിങ്ങളൊന്ന് നോക്കിക്കുക, എത്ര മനോഹരമല്ലേ? വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് വൈദികരും ഡീക്കന്മാരും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ടുപോയി വിശ്വാസി സമൂഹത്തിന് പങ്കുവെച്ചു കൊടുക്കുന്നു. വിളമ്പുകാരാണ് വൈദികന്റെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. വെച്ചു വിളമ്പുന്നവരാകുക എന്നുള്ളത്. പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന വിശ്വാസി സമൂഹം, കുമ്പസാരിച്ചൊരുങ്ങിയിട്ടുള്ളവർ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അതിവിശുദ്ധമായ നിമിഷങ്ങൾക്ക് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നു. മനോഹരമായ ഒരു കീർത്തനം പശ്ചാത്തല സംഗീതമായി നാം കേൾക്കുകയും ചെയ്യുന്നുണ്ട്.